പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ പ്രഭാതം നമ്മൾ കണ്ടത് വളരെ ശോചനീയമായ ഒരു കാഴ്ചയാണ്. കുവൈറ്റിൽ തീയുടെ നീരാളിപ്പിടുത്തത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളായ മനുഷ്യർ വെന്ത് മരിച്ചു. ഇതിൽ ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാൻകാരുണ്ട്, മറ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെയുണ്ട്. കേരളത്തിൽ നിന്ന് 10 പേരുടെ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മരണം എന്നത് കേരളക്കാരനോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനോ മലയാളിയോ വിദേശിയോ എന്നതല്ല. എല്ലാവർക്കും ഇത് ബാധകമാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ആകസ്മികമായി പൊലിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ഒരു സാർവത്രിക ദുഃഖവും ഒരു ദേശീയ ദുരന്തവുമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പൊലിഞ്ഞുപോയ ഏതാനും ജീവനുകളുടെ പേരുകൾ ഇന്ന് പല പത്രങ്ങളിൽ തപ്പി. അപ്പോൾ അതിൽ ഷമീർ, രഞ്ജിത്ത്, കേളു, സ്റ്റെഫിൻ, ആകാശ് ശശിധരൻ നായർ, സാജൻ ജോർജ്, തോമസ് ഉമ്മൻ, മുരളീധരൻ, സജു വർഗീസ്, ഇവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം പറയാം, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാളിക്ക് ഒരു പ്രത്യേക വൈഭവവും വൈദഗ്ധ്യവുമുണ്ട്. എവിടെങ്കിലും ആരെങ്കിലും മാനുഷിക പരിഗണന ഏൽക്കാതെ വീഴുന്നുണ്ട്, അല്ലെങ്കിൽ സഹായഹസ്തം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അര മുറുക്കിയെടുത്ത് സഹായം കൊടുക്കുന്ന ഒരു സ്വഭാവം. ഇവിടെ മരിച്ച മലയാളിക്ക് മാത്രമല്ല, ഏവർക്കും സഹായം എത്തിക്കേണ്ടുന്നതാണെങ്കിൽ എത്തിക്കണം എന്ന് നമ്മൾ പറയുകയാണ്, ആവശ്യപ്പെടുക. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ മോദിജിയും ഉടൻ തന്നെ 2 ലക്ഷം രൂപ മരിച്ചവർക്ക്, മരിച്ച ഇന്ത്യക്കാർക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുപോലെ ഓരോ സ്റ്റേറ്റിലും മരിച്ചവർക്ക്, അതായത് മുഖ്യമന്ത്രിമാരുടെ കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ മരിച്ചവർക്ക് 1 രൂപ കൊടുക്കുമ്പോൾ അത് മരിച്ചവരുടെ ആശ്രിതർക്കാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടല്ലോ. കേരളത്തിനോട് എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ വീടുകളിലും അതാത് പ്രദേശത്തുള്ളവരൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഏതൊക്കെ വീടുകൾക്കാണ് ആ സഹായം എത്തിക്കേണ്ടുന്നത്. അണ്ണാൻ തന്നാലായത്, രാമരാവണ യുദ്ധത്തിൽ അങ്ങനൊരു സംഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. തന്നാലായത് എന്ന് പറഞ്ഞ് ആ ദേശത്തിൻ്റെ ഒരു ചെറിയ കളക്ഷൻ മറ്റ് മനസ്സുള്ളവർക്ക്, സുമനസ്സുകൾക്ക് സഹായിക്കാൻ സാധിക്കുന്നവർക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പൂന്തുറയിൽ നിന്നും വിഴിഞ്ഞത്തു നിന്നൊക്കെ ആളുകൾ ഇറങ്ങി നമ്മളെ സഹായിച്ചു. നമ്മുടെ ഒരു സഹോദരൻ ഗൾഫിൽ പൈസ കൊടുത്ത് മോചിതനാകേണ്ട ഒരു സമയം വന്നപ്പോൾ അതിനും മലയാളി ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടാതെ നിന്നു. കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സഹായം ഇവരിലേക്കൊക്കെ എത്തിക്കാൻ ഏവർക്കും സാധ്യതമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ IF India എന്നൊരു കൊച്ചു സംഘടനയിലേക്ക് ഒറ്റൊരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു തീരാദുഃഖം പോലെയാണ് നമ്മളിത് കാണുന്നത്. കാരണം ഓരോ വീടിൻ്റെയും ഇന്നലെ വീഡിയോകളിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖം നമുക്ക് വല്ലാതെ വേദനാജനകമാണ്. ഈ സമയത്ത് തന്നെ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഗാസയിലും ഇസ്രയേലിലും ഒക്കെ നടക്കുന്നത്, യുക്രൈനിൽ നടക്കുന്നത്, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നടക്കുന്നത്, കാശ്മീരിൻ്റെ അതിർത്തികളിൽ നടക്കുന്നത്, ഇതൊക്കെയും മനുഷ്യക്കുരുതികളാണ്, മനുഷ്യരെ വേട്ടയാടുന്നത്. ഇനിയും പല രാജ്യങ്ങളിൽ, പുറത്ത് പത്രത്തിലെത്താത്ത പല രാജ്യങ്ങളിൽ പലരെയും കൊല്ലുന്നുണ്ട്, വംശഹത്യ നടത്തുന്നുണ്ട്, ജാതിവെറിയുടെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അഭിലഷണീയമല്ല. എങ്കിലും കുവൈറ്റിൽ മരണപ്പെട്ട ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എല്ലാ കുടുംബങ്ങളിലുള്ള അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, കേരളത്തിലും തമിഴ്നാട് തൊട്ട് ബോർഡറിലൊക്കെ ഉണ്ട്. ഇത് നടത്തിക്കൊണ്ടിരുന്ന വ്യവസായി അദ്ദേഹം
ഒരു പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിലുള്ള കുറച്ച് പേർക്കൊക്കെ ജോലി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ ചെയ്തത്. ഒരുപാട് പേര് IF ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് പേര് അവിടെ പ്രിൻസ് ചെക്കനാടനുണ്ട്, തൊട്ടടുത്ത് മെജോ ഉണ്ട്, തൊട്ട് ഇപ്പുറത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ പ്രസാദ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, ഷിബു ഉണ്ട്, ഒരുപാട് പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള അനുശോചനം അറിയിക്കുകയാണ്. സംതൃപ്ത കുടുംബാംഗങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. Our deepest condolence to the victims. We are saying that to the public, especially the care given by the Kuwait authorities. They were at the feet to serve. And authorities, you have done a very exemplary help. Immediately you all came there, and that was really a good help to the victims. And Indian government also sent the ambassador, not only the ambassador, Indian ambassador came immediately there. The foreign affairs ministers, they are rushing to the place. I think they are already there. So extend our very heartfelt, sincere hand to each and every victim and help each other. Johnson Karur.